കട്ട്ലേറ്റ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാം സെറ്റായിട്ടുണ്ട്. ഞാൻ കുറച്ചുണ്ടാക്കിയത്. ബാറ്ററി നമുക്ക് ഫ്രിഡ്ജ് വെച്ചാൽ മതി, ആവശ്യമുള്ളപ്പോൾ എടുക്കാൻ മതി. എപ്പോഴും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരുമിച്ച് ഉണ്ടാക്കി വയ്ക്കും. ഈ മുട്ട വെട്ടിയതിലേക്ക് നമ്മൾ ഇത് കൂടി ഇട്ട് അതിലോട്ട് ഇടുക കേട്ടോ. ഓരോന്നിട്ട് മറിച്ചെടുക്കുക. ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസ് ടച്ചപ്പ് കൂട്ടി കഴിക്കാം. പിന്നെ ഒരു കുക്കുംബർ, ഒരു ചപ്പാത്തി, ഈ ഒരു പൊറോട്ട, അത് മതി. നമുക്ക് ഡിന്നറിനായിട്ട് ഇത് ഉണ്ടാക്കുന്നത് ഏറ്റവും നല്ലതായ ഒരു ഡിഷാണ്. എന്തെങ്കിലും ഒരു ജ്യൂസും കൂടെ കുടിച്ചാൽ മതി. ഇത് നമ്മൾ മുരിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഫ്ലെയിം ഇച്ചിരി കൂട്ടി വയ്ക്കാം. മുരിഞ്ഞ് വരാം കേട്ടോ. ഉള്ള പണി ഇത് നമ്മൾ ബാറ്ററി തയ്യാറാക്കാൻ മാത്രം. പിന്നെ ഇനി ഞാനൊരു ടിപ്സ് പറഞ്ഞു തരാം. നമ്മൾ അരച്ച് കഴിയുമ്പോൾ തക്കാളി ഇടണമെന്നില്ല കേട്ടോ. തക്കാളി ഇട്ടാൽ ഇച്ചിരി വെള്ളം അധികമാകും കേട്ടോ. തക്കാളി നമുക്ക് അവോയ്ഡ് ചെയ്യാം. വേണ്ടവർ മാത്രം ഇട്ടാൽ മതി. തക്കാളി ഇടുമ്പോൾ എന്നാന്ന് പറയാം, ബാറ്ററി ലൂസായിപ്പോയില്ല. തക്കാളി വെള്ളമുള്ള അപ്പോൾ നമ്മൾ തക്കാളി ഇടണമെന്നില്ല കേട്ടോ. ഞാൻ പിന്നെ തക്കാളി അങ്ങ് ഇട്ടുന്നുള്ളൂ. പിന്നെ ഇത്തിരി ലൂസാവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ തരിയുള്ള അരിപ്പൊടി ഒരു ഇത്തിരി അതിലോട്ട് ചേർക്കാം. ലൂസാവുകയാണെങ്കിൽ മാത്രം കേട്ടോ. ലൂസായില്ലെങ്കിൽ വേണ്ട. നമുക്ക് പിടിക്കാൻ സെറ്റാവുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി അരിപ്പൊടി അതിലോട്ട് ചേർക്കാം കേട്ടോ. അരിപ്പൊടി കൂടെ ചേർത്ത് ഒരു കുറച്ചുണ്ടാവുള്ളൂ. ഒരു 3-4 സ്പൂണും കൂടെ ഇടുമ്പോൾ അതങ്ങ് സെറ്റായിക്കോളും. അത് ഇടണമെന്നില്ല, ഇടാതെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് ചിലർ അരിച്ച് ചെയ്യുമ്പോൾ ഇച്ചിരി ലൂസ് വരും. അത് അറിയാൻ പാടാത്തവർ അടിച്ച് ചെയ്യുമ്പോൾ ലൂസ് വരുമ്പോൾ, ലൂസ് വന്നാലത്തെ ടിപ്സാണ് ഞാൻ പറയുന്നത്. നമ്മൾ ചെറിയ ചെറിയ ടിപ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇത് മുരിഞ്ഞ് കഴിയുമ്പോൾ ഇതിപ്പോൾ മുരിഞ്ഞു. നമുക്ക് അടുത്തത് ഇടാം. ഓക്കെ, ഇതെന്ത് കട്ട്ലേറ്റാണ്? ഫ്യൂഷൻ കട്ട്ലേറ്റ്. ഫ്യൂഷൻ എന്ന് പറയും. പണ്ടൊക്കെ ഇതിൽ മിക്സഡ് കട്ട്ലേറ്റ് എന്ന് പറയും. ഇത് ഞാൻ ആരെയും കോപ്പിറൈറ്റ് ചെയ്യുന്നതല്ല കേട്ടോ. എനിക്കിതൊക്കെ കട്ട്ലേറ്റ് എല്ലാ ടൈപ്പ് കട്ട്ലേറ്റും അറിയാം. ഇനി മീറ്റ് അറിയാം, ചിക്കൻ അറിയാം, വെജിറ്റബിൾ അറിയാം. കട്ട്ലേറ്റ് ഒത്തിരി സൈസ് നമ്മൾ ഏത് ടൈപ്പ് വേണമെങ്കിലും എനിക്ക് ഉണ്ടാക്കാൻ അറിയാം കേട്ടോ. ഞാനത് കാണിച്ചു തരാം. നിങ്ങളവർക്ക് ഞാൻ കോപ്പി അടിക്കണം. ഞാൻ ഒരിക്കലും കോപ്പി അടിക്കണമല്ല. എനിക്ക് കട്ട്ലേറ്റൊക്കെ നേരത്തെ തൊട്ട് ഞങ്ങളുടെ അമ്മമാർ കാണിച്ചു തന്ന് പഠിച്ചതാണ് കേട്ടോ. കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കാൻ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ഇതൊക്കെ മുരിഞ്ഞു കേട്ടോ. നല്ല എണ്ണ നല്ലോണം വാർത്ത് കളയണം. അതിൽ കൊളസ്ട്രോൾ കൂടുതലും ആയിരിക്കും. ഒരു ടിഷ്യൂ കൊണ്ട് ഒപ്പിയിട്ടാൽ കഴിക്കാവുള്ളൂ കേട്ടോ. അപ്പം ഇത് മുരിഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ പണി കേട്ടോ. നമുക്ക് ഒരെണ്ണം പൊട്ടിച്ച് കഴിച്ച് നോക്കാം. എങ്ങനെയുണ്ട് ടേസ്റ്റ് പറയാം. ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ടേസ്റ്റ് ഉള്ളതെന്ന് പറയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പറയില്ല കേട്ടോ. സൂപ്പർ, കിടുവായിട്ടുണ്ട് കേട്ടോ. കിടുവായിട്ടുണ്ട്. ഞാൻ ചുമ്മാ പറയണല്ല. കിഡു കട്ട്ലേറ്റ്, ഫ്യൂഷൻ കട്ട്ലേറ്റ്. ഞാൻ അന്ന് കൊഞ്ചിൻ്റെ ഉണ്ടാക്കിയില്ല, അതിലും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലുണ്ട്. ഇത് ഈ പ്രോൺസിൻ്റെ ഫ്യൂഷൻസ്. അതായത് നമ്മളെല്ലാ വെജിറ്റബിളും മസാലയും ഈ പ്രോൺസും എല്ലാം കൂടി ഇട്ടതുകൊണ്ട് വെജിറ്റബിളെല്ലാം കൂട്ടി. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ ഹൈലൈറ്റ് പൊട്ടറ്റോ ആൻഡ് ക്യാരറ്റാണ്. അതും കൂടെ ഇട്ടുകൊണ്ടാണ് ഇതിന് ഫ്യൂഷൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഫ്യൂഷൻ കട്ട്ലേറ്റ്. ഇനി നിങ്ങളെല്ലാവരും അറിയാൻ പാടാത്തവരൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കാം. അറിയാവുന്നവർ ചിലപ്പോൾ പറയായിരിക്കും ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്ന് പറയും. പക്ഷേ അറിയാൻ പാടാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്ക് പഠിക്കാൻ വേണ്ടി ഞാനിടുന്നത്. അപ്പോൾ എല്ലാവർക്കും ബായ്. വീണ്ടും നല്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഓക്കെ, ബായ്.